السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് പഠിക്കാൻ ആരംഭിക്കുന്ന ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ള ഉസൂലുൽ ഈമാൻ എന്ന കിതാബാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി വളരെയധികം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ കിതാബുകളെ ധാരാളം പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് നാം. അദ്ദേഹം മുജദ്ദിദായിരുന്നു, അഥവാ ശിർക്കിലും കുഫറിലുമായി കൊണ്ട് അകപ്പെട്ട ഒരു സമൂഹത്തെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് നയിക്കുന്നതിൽ, അതിന്റെ ദഅവത്തിൽ വളരെയധികം പരിശ്രമിച്ച, വളരെയധികം പണിയെടുത്ത ഇമാമുദ്ദഅവ എന്ന പേരിൽ, മുജദ്ദിദ് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പല കിതാബുകളും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കിതാബാണ് കിതാബു അത്തൗഹീദ് എന്നുള്ളത്. അതുപോലെ സലാസത്തുൽ ഉസൂൽ, അൽ ഖവാഇദുൽ അർബഅ, നവാഖിദുൽ ഇസ്ലാം, കശ്ഫുശ് ശുബ്ഹാത്ത്, അങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന്റേതായ വാക്കുകളെക്കാൾ ഇസ്തിദ്ലാലുകളായിരിക്കും കൂടുതൽ. അഥവാ ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ, സലഫുകളുടെ വാക്കുകൾ എന്നിവ കൊടുത്ത് ചുരുങ്ങിയ വാക്കുകളെ അദ്ദേഹത്തിന്റേതായിട്ടുണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ ക്രോഡീകരിച്ച് ആർക്കും ഒരു തരത്തിലും തള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ എതിർക്കാൻ കഴിയാത്ത രീതിയിൽ ദലീലുകളെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതാറുള്ളത്. ഈ ഒരു ഗ്രന്ഥം, ഉസൂലുൽ ഈമാൻ എന്നുള്ള ഗ്രന്ഥം നാം തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഉസൂലുൽ ഈമാൻ എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നത് വിശ്വാസപരമായിട്ടുള്ള ഈമാനിന്റെ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ഉസൂലുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ 6 ഈമാൻ കാര്യങ്ങളെയാണ് പറയാറുള്ളത്. ഇവിടെ 6 ഈമാൻ കാര്യങ്ങളെക്കാൾ ഒന്നുകൂടി വിശാലമായി ആ ഓരോന്നിലും നാം അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത ശാഖകൾ, ഉദാഹരണത്തിന് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പറ്റി പറയുന്ന ബാബിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അതിനെല്ലാം അറിയിക്കുന്ന ഹദീസുകളെയും ആയത്തുകളെയും കൊണ്ടുവന്ന് വിശാലമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്ന രീതിയിലാണ് ഈ ഒരു കിതാബിലെ കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈമാൻ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം അതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നതിനാലാണ് ഈ ഒരു കിതാബ് തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ ഒരു കിതാബിന് വ്യത്യസ്ത ഷർഹുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, വ്യത്യസ്ത രീതിയിൽ. ചില പണ്ഡിതന്മാർ ഉസൂലിയായിട്ട് ഷർഹ് ചെയ്ത് കാണാം, ചില പണ്ഡിതന്മാർ തസ്കിയത്ത് പരമായിട്ട് ഷർഹ് ചെയ്ത് കാണാം, ചില പണ്ഡിതന്മാർ അഖീദ മൻഹജ് പരമായിട്ട് വിശദീകരിച്ചത് കാണാം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കാൻ സാധിക്കുന്ന അത്രയും വിശാലമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കിതാബിന്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആശയത്തെ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് നാം ഇതെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വിശാലമായൊരു രീതിയിൽ പഠിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കിതാബുമാണ്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോന്നിലും ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കിതാബ് ആരംഭിക്കാം. ഈ കിതാബ് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെയും ഉലമാക്കളുടെയും രീതിയാണ് കിതാബുകൾ ആരംഭിക്കുമ്പോൾ ബസ്മല കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ട് ആരംഭിക്കാറുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്താണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന കാര്യമാണ്. ആ രീതിയിൽ എഴുതുന്ന എന്തെങ്കിലും കാര്യം, നമ്മൾ അങ്ങനത്തെ രീതിയിൽ എഴുതുന്ന കാര്യങ്ങളെ
ബസ്മല കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, റഹ്മാൻ, റഹീം, അള്ളാഹ് എന്നീ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുന്ന, സഹായം ചോദിക്കുന്ന വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആരംഭിക്കുന്നു വബിഹി അസ്തഈനു. വബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സഹായം തേടുന്നു, അഥവാ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടിക്കൊണ്ട് ആരംഭിക്കുന്നു. ഒന്നാമത്തെ ബാബ് ഒരു 7-8 ബാബുകളിലായിട്ടാണ് ഈ കിതാബ്. 8 അല്ല 10-11 ബാബുകളുണ്ട്. അതിന്റെ അവസാന ഫഹ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത ബാബുകളിലായിട്ടാണ് കിതാബിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ബാബിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ബാബ് ബാബു മഅരിഫത്തില്ലാഹി അസ്സ വജൽ വൽ ഈമാൻ ബിഹി. ബാബു ഒന്നാമത്തെ ബാബ് മഅരിഫത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ അറിയുക, മഅരിഫത്ത് ഉണ്ടാവുക, വൽ ഈമാൻ ബിഹി, അവനിലുള്ള വിശ്വാസം ഉണ്ടാവുക എന്നീ കാര്യങ്ങളാണ്. എന്താണ് ഇൽമും മഅരിഫത്തും തമ്മിലുള്ള വ്യത്യാസം? ഇൽമും മഅരിഫത്തും തമ്മിലുള്ള വ്യത്യാസം, ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് പഠിച്ച് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു നിവാമിയായിട്ട് പഠിക്കുന്ന കാര്യത്തിനാണ് ഇൽമ് എന്ന് പറയുന്നത്. മഅരിഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നതിനാണ് മഅരിഫത്ത് എന്ന് പറയാ. ഇപ്പൊ ഒരു മനസ്സിലാക്കാൻ ഉദാഹരണം, ഒരാൾ തീയിനെ പറ്റി പഠിച്ചു. തീ ഇങ്ങനെയാണ്, ഇങ്ങനെ അതില് ഇന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, കത്തുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അത് അയാളുടെ ഇൽമാണ്. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അയാൾ അതിൽ തൊട്ട് കൈയൊക്കെ ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ എന്തുണ്ടായി, അയാൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിച്ചു. അതാണ് മഅരിഫത്ത് എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും ഉണ്ടാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടാകും. മഅരിഫത്ത് എങ്ങനെയാണ്? അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും. നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല, ഹിസ്സിയായിട്ട് അറിയാൻ സാധിക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നത് വഴി, പഠിക്കുന്നത് വഴി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഖൽബിൽ നിറയുന്ന ഒരവസ്ഥക്കാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴി അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവിന്റെ ആഴം ഖൽബിൽ ഉറക്കുന്നതിനാണ് മഅരിഫത്ത് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ബാബ് ഇതാണ് വിഷയം. ഈ കിതാബ് ഈമാൻ എന്ന് പറഞ്ഞല്ലോ, ഈമാനികമായ കാര്യങ്ങൾ. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനാണ് ഇരുലോകത്തും നമുക്ക് വിജയം നൽകുന്ന കാര്യം. ഈമാനിന് പരിധികളില്ലാതെ ഉയർന്ന ദറജയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ് ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് വീണ്ടും വീണ്ടും കേൾക്കുകയും അതിന്റെ കാര്യങ്ങളെ കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഈമാനികമായ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിലൊന്നാമത്തേത് ചില ഹദീസുകളായിട്ടാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് വായിക്കാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى أنا أغنى الشركاء عن الشرك من عمل عملا أشرك فيه معي غيري تركته وشركه رواه مسلم. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്ത്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഹദീസുകൾ വ്യത്യസ്ത രീതികളിൽ കാണാൻ സാധിക്കും. ഹദീസ് എന്ന് പൊതുവെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായിട്ടോ സൃഷ്ടിപരമായിട്ടോ ഉള്ള വിശേഷണങ്ങൾ, ഇതിനാണ് ഹദീസ് എന്ന് പറയാറുള്ളത്. പൊതുവെ ഹദീസുകൾ വരുന്നത് എങ്ങനെയാണ്? സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഹദീസായിട്ട് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളുണ്ട്. ഹദീസിന് എന്താ പറയാ? അൽ ഹദീസുൽ ഖുദ്സിയായ ഹദീസ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് മൗഖൂഫ് അല്ല, മൗഖൂഫ് പറഞ്ഞാൽ സ്വഹാബി പറഞ്ഞതായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസായിക്കൊണ്ട് അറിയപ്പെടുന്ന ഹദീസാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിന്റെ
സംഭവം ഉദ്ധരിക്കുന്നത്. ഹദ്ദസനി തമീമുദ്ദാരി എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നത്. അഥവാ തമീമുദ്ദാരി ദജ്ജാലിനെ കണ്ടാസ് കാര്യം റസൂലുള്ളാഹിനോട് പറയുകയും റസൂലുള്ളാഹ് തമീമുദ്ദാരിയിൽ നിന്ന് അത് ഉദ്ധരിച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ബാക്കിയുള്ള സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത് ഖുദ്സിയായ ഹദീസാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അന, ഞാൻ, അല്ലാഹു പറയാണ്, ഞാൻ അഗ്ന ശുറകാഇ അനി ശിർക്ക്. ശുറക എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കുന്നവർ. പങ്കു ചേർക്കുന്നതിനെ തൊട്ട്, ഷിർക്ക് ചെയ്യുന്നതിനെ തൊട്ട്, അഗ്ന എന്ന് പറഞ്ഞാൽ ഗനി, ധന്യനാണ്. പങ്കു ചേർക്കുന്നതിനെ തൊട്ട്, ഷിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ ധന്യനാണ്. ഒരാൾ ഗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആവശ്യമില്ലാത്ത ഒരുവനാണ് എന്നർത്ഥം. അതിനെ ആവശ്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ അല്ലാഹു പറയാണ്, ഒരു പങ്കു ചേർക്കലും ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് അല്ലാഹു പറയാണ്. അല്ലാഹു ഗനിയാണെന്ന് അല്ലാഹു പറയാണ്. അതായത് സ്വന്തത്തെ പുകഴ്ത്താനും സ്വന്തത്തെ വാഴ്ത്താനും അല്ലെങ്കിൽ സ്വന്തത്തിന് മഹത്വപ്പെടുത്താനും യോഗ്യനായിട്ടുള്ള ഒരേ ഒരാൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മറ്റൊരാൾക്കും സ്വന്തത്തെ പുകഴ്ത്താനോ വാഴ്ത്താനോ ഉള്ള അവകാശമില്ല. കാരണം അവൻ അതിന് യോഗ്യനല്ല. ഉദാഹരണം, അള്ളാഹുവിന്റെ സിഫത്താണ് കിബിരിയ എന്നുള്ളത്. മുതകബ്ബിറാണ് അല്ലാഹു തആല. അതിന് കൃത്യമായ അർത്ഥം പറയണമെങ്കിൽ അഹങ്കാരം ഉള്ളവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അഹങ്കരിക്കുന്നവനാണ്. എന്നാൽ അഹങ്കാരം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ന്യൂനതയാണ്, ദമ്മാണ്, ഒരു ഐബാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് മദ്ഹാണ്. കാരണം എന്താ? അള്ളാഹു അതിന് യോഗ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ അല്ലാഹു തആല പറയാൻ, ഞാൻ ഗനിയാണ്. ഗനി എന്ന് പറഞ്ഞാൽ ഒരാളിലേക്കും ആവശ്യക്കാരനല്ലാത്ത വിധം ഞാൻ ധന്യനാണ് എന്നുള്ളത്. മറ്റുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് താനും. ഒരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യു അൽ ഹമീദു. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ്, അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ്, ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം ഗനിയാണ് ഞാൻ. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ്, അശ്റക ഫീഹി, അതിൽ പങ്കു ചേർക്കുന്നു, മഈ, എന്നോടൊപ്പം, ഗൈരി, ഞാനല്ലാതെ വേറൊരാളെ, തറക്തുഹു വശിർക്കഹു, ഞാൻ അവന്റെ ആ കർമ്മത്തെയും അവൻ പങ്കു ചേർത്തതിനെയും ഞാൻ ഒഴിവാക്കുന്നു. ഞാൻ അതിനെ ഒഴിവാക്കുന്നു. അതിന് യാതൊരു പ്രതിഫലവും എന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അതിനെ ഞാൻ വിട്ടേക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലെ അടിസ്ഥാന കാര്യമാണ്. എന്താണ് ഈ ഹദീസ് അറിയിക്കുന്നത്? തൗഹീദും ഷിർക്ക് പാടില്ല എന്നുള്ളതുമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഹഖ്ഖുല്ലാഹ്, അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. അത് 3 തരത്തിലുണ്ട്. ഒന്നെന്താണ്? തൗഹീദു അർ-റുബൂബിയ്യ, അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തുന്നവൻ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ എന്നുള്ളത്. 2 തൗഹീദുൽ ഉലൂഹിയ്യ, അത് ആ നൽകുന്നവനും അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ആയതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. 3-മത്തേത് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അത് അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുത്ത് അത് വിശ്വസിക്കുക എന്നുള്ളത്. ഈ 3-ൽ അള്ളാഹുവിനെ ഏകനാക്കുമ്പോഴാണ് ഒരാളുടെ തൗഹീദ് ശരിയാകുന്നത്. ഇനി ശിർക്ക് എത്ര ഇനമുണ്ട്? പ്രധാനമായി പറയുകയാണെങ്കിൽ 2 ഇനം, ചില പണ്ഡിതന്മാർ 3 ഇനമായിട്ട് പറയുക കാണാം. 1 ഷിർക്കുൻ അക്ബർ, 2 ഷിർക്കുൻ അസ്ഗർ, 3 ഷിർക്കുൻ ഖഫീ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ചിലർ അത് ഷിർക്കുൽ അസ്ഗറിനോട് ചേർന്നിട്ടും പറയുന്നത് കാണാം. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, നരകത്തിൽ ശാശ്വതമാകുന്ന കാര്യമാണ് ഷിർക്കുൻ അക്ബർ. അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ വിളിച്ചു തേടുക, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി അറിവ് നടത്തുക, അങ്ങനെ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഇബാദത്തായിട്ടുള്ള ഏതെങ്കിലും ഇനം വകവെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ സൃഷ്ടിക്കാൻ കഴിവുണ്ട് വേറൊരാൾക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ വേറൊരാൾക്കുണ്ടെന്ന് പറയുക. തസ്വിയത്തു ഗൈരില്ലാഹി മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം വേറൊരാളെ വെക്കുക. അല്ലെങ്കിൽ മഅ ഖസാഇസില്ല,
അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളിൽ വേറൊരാളുണ്ട് എന്ന് വിശ്വസിക്കുക, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക ഷിർക്കുൻ അക്ബർ. അത് സംഭവിച്ചാൽ അവൻ മില്ലത്തിൽ നിന്ന് പുറത്താകും, ദീനിൽ നിന്ന് പുറത്താകും. അങ്ങനെ മരണപ്പെട്ടാൽ ശാശ്വതമായി അവൻ നരകത്തിലായിരിക്കും, ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമത്തേത് ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കുൻ അക്ബറിന്റെ അത്ര എത്തിയിട്ടുണ്ടാവില്ല പങ്കു ചേർക്കയിൽ, എന്നാൽ ചെറിയ ഷിർക്ക് എന്ന രീതിയിൽ. അത് ഏറ്റവും ഉദാഹരണം റിയാ. ഒരു ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരാൾ നിസ്കരിക്കുകയാണ്. അപ്പൊ അയാൾ നിസ്കരിക്കുമ്പോൾ ആളുകൾ കാണാൻ വേണ്ടി നിസ്കാരമാക്കുക, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ആളുകളെ തന്നെ പറ്റി പറയാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെ ആളുകൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും സത്യം ചെയ്തു പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയും. അതും പണ്ഡിതന്മാർ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, വൻപാപത്തേക്കാൾ വലുതാണ്. ഒരാൾ കൊലപാതകം നടത്തുന്നതിനേക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാളും മദ്യപിക്കുന്നതിനേക്കാളും അങ്ങനെയുള്ള ഏത് വൻപാപത്തിനേക്കാളും ഗൗരവമുള്ള കാര്യം എന്താണ്? ഷിർക്കുൻ അസ്ഗറാണ്. കാരണം ഉലമാക്കൾ പറഞ്ഞു, ബാക്കിയുള്ള ഏത് പാപവും ഖുർആനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഏത് പാപവും അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. എന്നാൽ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചാൽ ജുംഹൂറായ പണ്ഡിതന്മാരും പറഞ്ഞു, തീർച്ചയായിട്ടും അവൻ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിലെത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരലോകത്തെ ശിക്ഷ അനുഭവിച്ചാലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പാപം പൊറുക്കുന്ന കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് പാപം പൊറുക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഒരു പാപം ചെയ്തു പോയി, അവന് തൗബ പാപം പൊറുക്കാനുള്ള കാരണമാണ്. സൽക്കർമ്മങ്ങൾ പാപം പൊറുക്കാനുള്ള കാരണമാണ്. അവൻ അനുഭവിക്കുന്ന മുസീബത്തുകൾ പാപം പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. ഖബറിൽ അനുഭവിക്കുന്ന ഫിത്നകൾ, ശിക്ഷകൾ പാപം പൊറുക്കാനുള്ള കാരണമാണ്. പരലോകത്ത് അനുഭവിക്കുന്ന ഭയാനകതകൾ അത് പാപം പൊറുക്കാനുള്ള കാരണമാണ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം പാപം പൊറുക്കാനുള്ള കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഒന്നും പൊറുക്കപ്പെടാത്ത അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും തീരാത്ത ഒരു കാര്യമായി ഷിർക്കുൻ അസ്ഗർ അവിടെ ബാക്കിയുണ്ടാകുന്നതാണ്. അള്ളാഹു തആല അവന്റെ മശീഅത്ത് കൊണ്ട് പുറത്തു കൊടുക്കില്ല. ശിക്ഷ അനുഭവിച്ചാലേ എന്തുണ്ടാവുള്ളൂ, അതിനൊഴിവായിട്ട് വരികയുള്ളൂ. പക്ഷേ എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഷിർക്കുൻ അക്ബർ അസ്ഗർ തമ്മിൽ വ്യത്യാസം എന്താ? അക്ബർ മില്ലത്തിന് പുറത്താകും, അസ്ഗർ എന്താവില്ല, മില്ലത്തിന് പുറത്താവില്ല. പക്ഷെ അമൽ എന്താകും? ബാത്തിലാകും. അതേപോലെ തന്നെ അക്ബർ സംഭവിച്ചവൻ നരകത്തിന് ശാശ്വതമായിരിക്കും, അസ്ഗർ സംഭവിച്ച നരകത്തിൽ എന്താവില്ല, ശാശ്വതമാവില്ല. എന്തെങ്കിലും ഒരിക്കൽ അവൻ ആ നരകത്തിൽ നിന്ന് മോചിതനാകും. അതാണ് അക്ബറും അസ്ഗറും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ഹദീസിനെ ഉലമാക്കൾ പറയുന്നത് ഷിർക്കിനെ നിരാകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ തൗഹീദ് ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുന്ന ഹദീസാണ്. ഇതിൽ അല്ലാഹു തആല പറയുന്ന ഷിർക്കുൻ അസ്ഗർ ആണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് കാണാം. ഷിർക്കുൻ അസ്ഗർ പറഞ്ഞ ഒരു കാര്യം ഷിർക്കുൻ അസ്ഗറായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തു പെട്ടു? ഷിർക്കുൻ അക്ബറിന്റെ വിധിയും പെട്ടു. അഥവാ ഞാൻ പങ്കുകാരാവശ്യമില്ലാത്ത വിധം ഖനിയാണെന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബർ എന്തായാലും പെട്ടു. അതായത് ചെറിയ ഒരു കാര്യത്തിന്റെ ചെറുതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലുത് എന്തായാലും എന്തുണ്ട്, ഒഴിവാക്കണം. ഉദാഹരണത്തിന് ലഹരി ബാധിക്കുന്ന കാര്യം കുറഞ്ഞ അളവിലാണെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് ഔല, വലുത് എന്തായാലും ഒഴിവാക്കണം. അപ്പൊ അതേപോലെ ഷിർക്കുൻ അസ്ഗർ ചെറിയ രീതിയിൽ പോലും പങ്കു ചേർക്കപ്പെടുന്ന അവസ്ഥയിൽ ആവശ്യമില്ലാത്ത വിധം ധന്യനാണ് ഞാൻ, ഖനിയാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഈ ഹദീസിനെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആദ്യമായി കൊടുക്കാനുള്ള കാരണം അള്ളാഹുവിനുള്ള നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. നമുക്ക് അടുത്ത നിമിഷം ലഭിക്കുന്ന ശ്വാസം, വായു പോലും അള്ളാഹുവിൽ നിന്നാണ്. കുടിക്കുന്ന വെള്ളം അള്ളാഹുവിൽ നിന്നാണ്. ആ വെള്ളം ഇറങ്ങിപ്പോയി അത് ശരീരത്തിൽ എന്ത് സംഭവിക്കണം തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അധികാരത്തിലായിരിക്കെ ആ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ ആരാധിക്കുക? ആ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടാണ് നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പറയുക? നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരാൻ വേറെ ആർക്കാ സാധിക്കുക? അതുകൊണ്ട് തന്നെ തൗഹീദാണ് അടിസ്ഥാനം എന്നറിയിച്ചുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആദ്യം ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഹദീസ് ഈ കിതാബിൽ രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില വിശേഷണങ്ങളെ അറിയിച്ചുകൊണ്ടാണ്. ആദ്യം ഹദീസ് വായിക്കാം. وعن أبي موسى رضي الله عنه أبو موسى الأشعري رضي الله عنه أدركيان قال قام فينا رسول الله صلى الله عليه وسلم ب5 كلمات
ഖാമ ഫീന, നമ്മൾ സഹാബി പറയാണ്, ഞങ്ങൾ ഫീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹാബികളുള്ളപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്ന അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ബിഖംസി കലിമാത്തിൻ, 5 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ അറിയിച്ചത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ: ഇന്നല്ലാഹ തആല ലാ യനാമു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല. വലാ യംബഗി ലഹു അൻ യനാം, വലാ യംബഗി, യംബഗി എന്നുള്ള അറബി ഭാഷയുടെ അർത്ഥം യോജിച്ചതല്ല, ഷുഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അള്ളാഹുവിന് യോജിച്ചതല്ല ഉറങ്ങുക എന്നുള്ളത്. അൻ യനാമ. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, യഖ്ഫിദു എന്ന് പറഞ്ഞാൽ താഴ്ത്തുക എന്നുള്ളതാണ്, യർഫഉഹു എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ളതാണ്. ഖിസ്ത എന്ന് പറഞ്ഞാൽ മീസാൻ എന്നാണ് അർത്ഥം, അഥവാ കാര്യങ്ങളുടെ അളവുകൾ, വസ്തുക്കളുടെ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ അളവുകോലുകൾ, അത് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത്, താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് ചെയ്യുന്നത്. യർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, യർഫഉ ഇലൈഹി അവനിലേക്ക് ഉയരുന്നു, അമലുൽ ലൈലി രാത്രിയുടെ കർമ്മങ്ങൾ, ഖബ്ല അമലിൻ നഹാർ പകലിന്റെ കർമ്മങ്ങൾക്ക് മുമ്പ്, വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ പകലിലെ കർമ്മങ്ങൾ രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പും അള്ളാഹുലേക്ക് ഉയരുന്നു. ഹിജാബുഹു അന്നൂറു, അള്ളാഹുവിന്റെ ഹിജാബ്, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, അള്ളാഹുവിന്റെ മറ അന്നൂർ പ്രകാശമാണ്. ലൗ കശഫഹു, അതെങ്ങാനും വെളിവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീങ്ങിക്കഴിഞ്ഞാൽ, ആ ഹിജാബ് നീങ്ങിക്കഴിഞ്ഞാൽ, കശ്ഫ് എന്ന് പറഞ്ഞാൽ വെളിവാവുക എന്നാണ് അർത്ഥം. ഇപ്പൊ കശ്ഫുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം വെളിവാക്കുക, സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ. ലഅഹ്റഖത് സുബ്ഹാത്ത് വജ്ഹിഹി, ലഅഹ്റഖത്, അഹ്റഖ എന്ന് പറഞ്ഞാൽ കത്തിച്ചാമ്പലാക്കുക, കത്തിച്ചാമ്പലാക്കും. സുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറ്റിയൊരു വാക്ക് കിരണങ്ങൾ എന്നുള്ളതാണ്, സൂര്യന്റെ കിരണങ്ങൾ പോലെ ആ വരുന്ന കിരണങ്ങൾ. സുബ്ഹാത്ത് വജ്ഹിഹി, അള്ളാഹുവിന്റെ മുഖത്തിൽ നിന്നുള്ള ആ തരത്തിലുള്ള സുബ്ഹാത്തുകൾ, കിരണങ്ങൾ കത്തിച്ചു കളയും. മൻതഹ ഇലൈഹി ബസറുഹു, മൻതഹ എന്ന് പറഞ്ഞ, ഇൻതഹ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അവസാനം. അപ്പോ മൻതഹ ഇലൈഹി ബസറുഹു, അള്ളാഹുവിന്റെ ബസർ നോട്ടം ഏതിലേക്കാണോ ചെന്ന് അവസാനിക്കുന്നത്, മൻതഹ ഇലൈഹി ഏതിലേക്കാണോ അവസാനിക്കുന്നത് ചെന്നെത്തുന്നത്, അതുവരെയുള്ള എല്ലാത്തിനെയും കത്തിച്ചാമ്പലാക്കും. മിൻ ഖൽഖിഹി സൃഷ്ടികളിൽ നിന്ന് ഏതിലേക്കാണോ നോട്ടം എത്തുന്നത് അതിനെല്ലാം കത്തിച്ചാമ്പലാക്കും. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഒരു ഹദീസിൽ ഒരുപാട് മസ്അലകൾ, ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇന്നല്ലാഹ തആല ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല, അള്ളാഹുവിന് ഉറക്കം യോജിച്ചതുമല്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ ഇതിന്റെ ഭാഗമായി വരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അതിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ്, അള്ളാഹുവിന് ഒരു കാര്യമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ, അള്ളാഹുവിനൊരു വിശേഷണമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ളതൊന്നും അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്നെന്നും ഹയാത്തുണ്ട് എന്ന് ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ആ ജീവിക്കുന്നതിന് ഹയ്യ് എന്നുള്ളതിന് ഓപ്പോസിറ്റായി വരുന്ന ഒന്നും ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല, അതിനെതിരായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. ഇനിയൊരു കാര്യം അള്ളാഹുവിന് ഇല്ല എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യം അള്ളാഹുവിന് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളിൽപ്പെട്ട ഖായിദകളിൽ ഒരു ഖായിദയാണത്. അള്ളാഹുവിനൊരു കാര്യം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യം അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അള്ളാഹുവിനൊരു കാര്യം നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യം അള്ളാഹുവിന് സ്ഥിരപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇന്നല്ലാഹ തആല ലാ യനാമു, അള്ളാഹു ഉറങ്ങുകയില്ല. അള്ളാഹു ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് എന്താണ്? ഹയാത്താണ്, ഹയ്യാണ്. അല്ലെങ്കിൽ എപ്പോഴും ഹയാത്തിലുള്ള ഹയ്യായിട്ടുള്ളവനാണ് അള്ളാഹു തആല. വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹുവിന് ഉറക്കം യോജിച്ചതുമല്ല. ഉറക്കം എന്നുള്ളത് അഹുൽ മൗത്ത് എന്ന് പറഞ്ഞത് കാണാം.
ചില ഹദീസുകളിൽ തന്നെ ആ തരത്തിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ആളുകൾ ഉറങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, കാരണം അത് അഹുൽ മൗത്താണ്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്നുള്ളത്, അതുകൊണ്ട് അത് സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് കാണാം. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഖുർആനിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഖുർആനിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആയത്തായിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 255 ആയത്തിൽ ആയത്തുൽ കുർസിയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹുവിന് സിനത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം, തൂങ്ങുക എന്നുള്ളത്, അതും ഉണ്ടാവുകയില്ല. വലാ നൗം, ഉറക്കവും ഉണ്ടാവുകയില്ല. എപ്പോഴാണ് ഒരാൾക്ക് ഉറക്കം ആവശ്യമായിട്ട് വരിക? അയാൾ ക്ഷീണം ബാധിക്കുമ്പോഴാണ്. എന്തെങ്കിലും ഒരു കാര്യം ക്ഷീണം ബാധിക്കുമ്പോഴാണ് ഉറക്കത്തിലേക്ക് ഏറ്റവും ആവശ്യക്കാരനാവുക. അല്ലാഹുവിന് എന്തില്ല? ക്ഷീണം ബാധിക്കുന്നില്ല. അല്ലാഹുവിന് ഉറക്കമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് അതിന്റെ ആവശ്യവുമില്ല. അള്ളാഹു ഹയ്യാണ്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ, മരണമില്ലാതെ ജീവിക്കുന്നവനാണ് അള്ളാഹു തആല എന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സ്ഥിരപ്പെട്ട നാമമാണ് അൽ ഹയ്യ് എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്ന വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാര്യം കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ ഈ ഹദീസുകളൊക്കെ ഒരുപാട് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു ഉറങ്ങയില്ല, അള്ളാഹു മരിക്കയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നമുക്ക് ഉണ്ടാവേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സലഫുകളിൽ തവക്കുലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് ചിലർ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ പറഞ്ഞതാണ്, ഖുർആനിൽ ഒരായത്തുള്ളിടത്തോളം കാലം ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ എന്തിനാണ് അള്ളാഹുൽ ഭരമേൽപ്പിക്കാതിരിക്കേണ്ടവനാകുന്നത്, ഭരമേൽപ്പിക്കുന്നതിൽ നിരാശപ്പെടേണ്ടതാവുന്നത് എന്തിനാണ് എന്ന്. എന്താണ് ആയത്ത്? അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. മരിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ഹയ്യായിട്ടുള്ളവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു സാമ്പത്തിക ആവശ്യം വന്നു വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിലായി, അല്ലെങ്കിൽ പെട്ടെന്ന് വലിയൊരു ആവശ്യം വന്നു. അപ്പോൾ വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചു, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. അപ്പോൾ എന്താ എന്റെ കയ്യിലുണ്ട്, ഞാൻ എന്തായാലും തരാം, നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഒരു സമാധാനം ഉണ്ടാവും, ഒരു വഴിയുണ്ട് എന്നുള്ള നിലക്ക്. പക്ഷേ നാളെ അയാളെ കാണാൻ പോകുന്നതിന് മുമ്പ് അയാൾ എന്താകാം? മരിച്ചു പോകാം. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അവിടെ നടക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ലോകത്തുള്ള എന്തിന്റെ മേലെ നമ്മൾ ആശ്രയിച്ചാലും അവർക്കൊക്കെ എന്ത് സംഭവിക്കും? മരണമോ നാശമോ സംഭവിക്കും. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ആശ്രയിക്കാൻ ഒന്നിലും നമുക്ക് സാധിക്കില്ല ഈ ലോകത്ത്. ദുനിയാവിൽ ഒരാളുടെ മേലെയും ഒരു വസ്തുവിന്റെ മേലെയും പറ്റൂല. പക്ഷേ അങ്ങനെ പറ്റുന്ന ഒരേ ഒരു ആളാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഹയ്യ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട, അള്ളാഹു ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നവനാണ്, അല്ലെങ്കിൽ നമുക്ക് ഭരമേൽപ്പിക്കാം, അള്ളാഹു എന്നെ കൈവിടില്ല. അതുപോലെ തന്നെ അള്ളാഹു എപ്പോഴും എന്നെ കാണുന്നവനാണെന്ന ബോധത്തിൽ ആ ബോധം അവന് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കാരണമാകും. ഒരു പാപം ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുങ്ങിക്കിട്ടിയ സന്ദർഭത്തിൽ ഈ നാമം ഉറച്ചിട്ടുള്ള ഒരുവന് അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു എന്നെ അറിയും, അള്ളാഹു അശ്രദ്ധയിലാവുകയില്ല എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പൊ ഒന്നാമത്തെ ഭാഗം, അള്ളാഹുവിന് ഉറക്കമില്ല, അഥവാ ഉറക്കം എന്നുള്ള വിശേഷണം അള്ളാഹുവിന് യോജിച്ചതല്ല, അള്ളാഹുവിന് അതില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഹയ്യ് എന്നുള്ള വിശേഷണം അള്ളാഹുവിനുണ്ട്. എന്നിട്ട് ഈ ഹദീസിൽ കാണാം, യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു. യഖ്ഫിദു എന്ന് പറഞ്ഞാൽ താഴ്ത്തുക, യർഫഉ പറഞ്ഞാൽ ഉയർത്തുക. ഖിസ്ത എന്ന് പറഞ്ഞാൽ മീസാൻ എന്നാണ് അർത്ഥം, ത്രാസ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അളവുകൾ, ഓരോ കാര്യത്തിന്റെയും അളവുകൾ താഴ്ത്തുന്നതും ഉയർത്തുന്നതും അള്ളാഹുവാണ് എന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസ്ക് അത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കുറയുന്ന അവസ്ഥയുണ്ടാകും, ചില സമയത്ത് അത് കൂടുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കുള്ള ആഫിയത്താവട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള സമാധാനമാവട്ടെ, അല്ലെങ്കിൽ ദുനിയാവിലുള്ള ഇപ്പൊ മഴ വർഷിക്കുന്നതാവട്ടെ, അത് ചില സമയത്ത് നല്ല രീതിയിൽ മഴ വർഷിക്കും, ചില സമയത്ത് മഴ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. എന്ത് കാര്യമാവട്ടെ അത് താഴ്ത്തുന്നതും ഉയർത്തുന്നതും ആരാണ്? അള്ളാഹുവാണ്. ഈ ലോകത്തുള്ള ഏത് കാര്യത്തിന്റെയും കാര്യം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവാണ്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളുടെ നിയന്ത്രണം പരിപൂർണമായി അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നറിയിക്കാനാണ്. അതാണ് ആ വാക്കിന്റെ ഉദ്ദേശം. ഒന്നാമത്തേത് അള്ളാഹു ഹയ്യാണെന്ന് അറിയിക്കുന്നു. രണ്ടാമത്തേത് എല്ലാ കാര്യത്തിന്റെയും മുദബ്ബിറായവൻ
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, വേറൊരാളുമല്ല, അള്ളാഹു മാത്രമാണ് എന്ന് അറിയിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സ്വഹാബികൾ വന്നിട്ട് പറയുകയുണ്ടായി, റസൂലെ സാധനങ്ങൾക്കൊക്കെ വല്ലാതെ വില കൂടുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ നാട്ടിൽ ഒരു വില നിശ്ചയിച്ചു തരണം, വസ്തുക്കൾക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആക്കി തരണം എന്ന് പറഞ്ഞു. ഓരോ വസ്തുവിനും ഇന്ന റേറ്റ് ആക്കി തരണം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാനല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അത് തീരുമാനിക്കുന്നത്. കാര്യങ്ങളുടെ നമുക്ക് മനസ്സിലാക്കണം, ഈ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ വസ്തുക്കളുടെ വില കൂടുന്നതും കുറയുന്നതും വരെ ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ ഏത് കാര്യവും കുറവാവട്ടെ, നൽകുന്നതാവട്ടെ, പിടിച്ചു വെക്കുന്നതാവട്ടെ, അതെല്ലാം പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റിസ്കിൽ കുറവ് വന്നാൽ, നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, തടസ്സം വന്നാൽ, നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന് നിയന്ത്രണത്തിലാണ് എന്ന നിലക്കാണ് അതിൽ സമാധാനിക്കേണ്ടത്. അടുത്തത് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. യുർഫഉ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അമലുൽ ലൈലി, രാത്രിയുടെ കർമ്മങ്ങൾ, ഖബ്ല അമലിൻ നഹാർ, പകലിന്റെ കർമ്മങ്ങൾക്ക് മുമ്പ്. വഅമലുൻ നഹാരി, പകലിന്റെ കർമ്മങ്ങൾ, ഖബ്ല അമലിൽ ലൈൽ, രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പറയുന്ന വിഷയം. ഇത് എന്താണ്? കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇതിൽ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തേത് അള്ളാഹു തആല അലിയാണ്, അള്ളാഹു ഉന്നതനാണ്, അല്ലെങ്കിൽ അള്ളാഹു അർശിന് മേൽ ഇസ്തിവാ ചെയ്ത അള്ളാഹു ഫൗഖസ് സമാവാതി എന്ന കാര്യത്തെ അള്ളാഹു അലിയാണ് എന്നതിനെ അറിയിക്കുന്ന ഒരു തെളിവാണത്. കാരണം ഉയർത്തപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഒരു കാര്യം ഉയർത്തപ്പെടണമെങ്കിൽ അത് എവിടെ ആയിരിക്കണം? അത് ആരിലേക്കാണ് ഉയർത്തപ്പെടുന്നത്? അയാൾ എവിടെ ആയിരിക്കണം? മുകളിലായിരിക്കണം. അപ്പൊ അള്ളാഹു തആല മുകളിലാണ്, അലിയാണ് എന്നറിയിക്കുന്ന ഒരു തെളിവാണ് ഈ ഭാഗം എന്നുള്ളത്. രണ്ട്, അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു തആല ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രാവും പകലും എന്നുള്ളത്. സ്വർഗത്തിൽ എന്തില്ല? രാത്രിയില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഇവിടെ മനുഷ്യരുടെ ജീവിതത്തിന് അവന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് രാവും പകലും എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ രാത്രിയിലും പകലിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്താൻ അള്ളാഹു ചില മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ, നിങ്ങളിലേക്ക് പകലിലും രാത്രിയിലുമായി മലക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വസ്വലാത്തിൽ ഫജ്ർ, പകലിന്റെ മലക്കുകൾ പകലുണ്ടാകും, രാത്രിയുടെ മലക്കുകൾ രാത്രി ഉണ്ടാകും. ഈ രണ്ട് മലക്കുകളും ഒരുമിക്കുന്ന സമയം ഫജ്ർ നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും സമയത്താണ്. അതായത് പകലിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള മലക്കുകൾ ഫജ്ർ സമയത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ, രാത്രിയുടെ മലക്കുകൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നു. അപ്പൊ ഫജ്റിന്റെ സമയത്ത് രണ്ടു കൂട്ടരിവിടെ ഉണ്ടാകും. അസറിന്റെ സമയത്ത് പകലിന്റെ മലക്കുകൾ പോകുമ്പോൾ രാത്രിയുടെ മലക്കുകൾ വരുന്നു. അപ്പോൾ ആ സമയത്തും ഉണ്ടാകും. ثم يعرج الذين باتوا فيكم, അങ്ങനെ ഫജ്റിന്റെ സമയത്ത് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ, അല്ലെങ്കിൽ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, അല്ലെങ്കിൽ അത് അള്ളാഹുലേക്ക് ഉയർത്തുന്ന മലക്കുകൾ പോകുന്ന സമയത്ത് ഫയസ്അലുഹും വഹും അഅലമു ബിഹിം, അള്ളാഹുലേക്ക് ഉയരുമ്പോൾ അള്ളാഹു തആല അവരോട് ചോദിക്കും. അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ, എന്നാലും അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എന്റെ അടിമകളെ നീ വിട്ടേച്ചു വന്നത്, നിങ്ങൾ വിട്ടേച്ചു വന്നത്? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോരുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അവരെന്തായിരുന്നു? നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ പറയുന്നതാണ്. അതാണ് ഫജ്റിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും ഫള് പ്രത്യേകം വരാനുള്ള കാരണം. നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള രണ്ട് നിസ്കാരങ്ങളാണിത്, ഫജ്റും അസ്റും. പിന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിലേതാണ് ഏറ്റവും അഫ്ളൽ എന്നുള്ളതിൽ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അസ്ർ നിസ്കാരമാണ് എന്ന് പറഞ്ഞത് കാണാം. നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം, അത് അഫ്ളൽ ഉദ്ദേശിച്ചത് എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, പക്ഷെ പ്രത്യേകം പല പേരുകളിലൂടെ അറിയിച്ചിട്ടുള്ള ഒരു നിസ്കാരം അസ്ർ നിസ്കാരമാണ് എന്ന് അധികം പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്കും പ്രാധാന്യം ഉണ്ട്. അപ്പോ ഈ ഭാഗത്ത് അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു, അള്ളാഹു അലിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നു, അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ വിശേഷണമായി പറയുന്നത് ഹിജാബുഹു അന്നൂർ,
അള്ളാഹുവിന്റെ ഹിജാബ് മറ എന്നുള്ളത് നൂറാണ്, പ്രകാശമാണ് എന്നുള്ളത്. നൂറ് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ ഇസ്മാണ്, അള്ളാഹുവിന്റെ നാമത്തിലൊരു നാമമാണ് അന്നൂർ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില ഹിജാബുകളുണ്ട്. ഒരു സൃഷ്ടിയും ഇന്നേ വരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ എപ്പോഴാണ് കാണുക? സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സ്വർഗാവകാശികൾക്ക് അള്ളാഹുവിനെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകും. അതിന്റെ ഹദീസ് ഈ കിതാബിൽ വരുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മറ നൂറാണ്. ലൗ കശഫഹു, ആ മറ എങ്ങാനും നീങ്ങിക്കഴിഞ്ഞാൽ ലഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി, അള്ളാഹുവിന്റെ മുഖത്തിന്റെ ആ കിരണങ്ങൾ എന്ത് സംഭവിക്കും? മൻതഹ ഇലൈഹി ബസ്റുഹു, അള്ളാഹുവിന്റെ നോട്ടം എത്തുന്ന മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ എവിടെയാണോ അതിനെല്ലാം കത്തിച്ചാമ്പലാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അഥവാ അത്രത്തോളം അള്ളാഹുവിന്റെ തഅദീമിനെ, മഹത്വത്തെ അറിയിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കില്ല. അള്ളാഹുവിനെ നോട്ടെത്താതെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അത് അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗാംഭീര്യത്തെ അറിയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ നാമമാണ് അന്നൂർ, അള്ളാഹുവിന്റെ വിശേഷണമാണ് അന്നൂർ. അത് ഭൗതികമായിട്ടുള്ള സൂര്യന്റെയോ ചന്ദ്രന്റെയോ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം പോലെയുള്ളതല്ല. എന്നാൽ അള്ളാഹുവിന് യോജിച്ച രീതിയിലുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അന്നൂർ എന്നുള്ളത്. അപ്പൊ ആ ഹിജാബ് മറയിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എന്താണ്? ഈ ഹിജാബാണ്, ഈ നൂറാണ്. നൂറുൻ അന്നാറ, ഞാൻ കണ്ടത് പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ ഈ ഹദീസിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹുവിന്റെ അൽ ഹയ്യ് എന്നുള്ള വിശേഷണത്തെ അറിയിക്കാൻ, ഉറക്കമില്ലാത്ത, മരണമില്ലാത്ത, എന്നെന്നും ജീവിക്കുന്നവനാണ് അള്ളാഹു എന്നറിയിക്കാൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കാനാണ് ഈ ഒരു ഹദീസ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ തൗഹീദ് പറഞ്ഞു. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ആ തൗഹീദിന് അർഹനാകുന്ന ഏറ്റവും വലിയ വിശേഷണം എന്താണ്? എന്നെന്നും ജീവിക്കുന്നവനാണ്. കാരണം എന്നെന്നും ജീവിക്കാത്ത ഒരാൾ എന്താക്കാൻ പറ്റൂല? ഇലാഹാക്കാൻ പറ്റൂല. ജനിച്ചിട്ടുള്ള ഒരാളെ, അഥവാ തുടക്കമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഒരാളെ എങ്ങനെയാണ് ഇലാഹാക്കാൻ പറ്റുക? ഭൂമിയിൽ മരണപ്പെട്ട ഒരാളെ എങ്ങനെ ഇലാഹാക്കാൻ പറ്റുക? സാധിക്കില്ല. അപ്പൊ അള്ളാഹു തആല ഹയ്യാണ് എന്നുള്ളത് ഇലാഹാകാനുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവനെ ആരാധിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അടുത്ത ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു വിശേഷണത്തെ അറിയിക്കുന്നതാണ്. അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന്റെ കരങ്ങൾ, അതിനെ അറിയിക്കുന്നതാണ്. ഈ കിതാബിന്റെ ഒരു രീതി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സാധാരണ കിതാബ് തൗഹീദ് ആവട്ടെ, സലാസത്തുൽ ഉസൂൽ ആവട്ടെ, ഉബൂദിയത്തിലെ തൗഹീദ് മാത്രമാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുക. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദിന്റെ ഭാഗമാണ് ആ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹ്, അതിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളെയും നാമങ്ങളെയും എല്ലാം ചേർത്തിക്കൊണ്ട് പറയുന്ന രീതിയിലാണ് ഈ ഹദീസിന്റെ ഈ കിതാബിൽ ഹദീസുകളുടെ ഒരു ക്രോഡീകരണം എന്നുള്ളത്. ചിലപ്പോഴൊക്കെ കിതാബ് തൗഹീദും അഖീദത്തുൽ വാസിത്തിയും എല്ലാം ഒരുമിച്ച് പഠിക്കുന്നത് പോലെ മനസ്സിലാക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്, പക്ഷെ ഒരുപാട് രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആദ്യം ഹദീസ് വായിക്കാം. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ട് ഉദ്ധരിക്കുന്നത്. മർഫൂആയി ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തുകൊണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കായിരിക്കും, പറയുന്ന വാക്കായിരിക്കും, പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ് എന്ന നിലക്ക് റസൂലുള്ളാഹിയിലേക്ക് ചേർത്തി പറയുന്ന ഹദീസുകൾക്കാണ് മർഫൂഅ് എന്ന് പറയുന്നത്. യമീനുല്ലാഹി മലഅ ലാ തഗീദുഹാ നഫഖത്തുൻ സഹാഉൽ ലൈലി വന്നഹാർ أرأيتم ما أنفق منذ خلق السماوات والأرض فإنه لم يغل ما في يمينه والقسط بيده الأخرى يرفع ويخفض. يمين الله ملأ, അള്ളാഹുവിന്റെ യമീൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താണ്? വലത് കരത്തിനാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ വലത് കരം മല എന്ന് പറഞ്ഞാൽ നിറഞ്ഞതാണ്, അഥവാ വിശാലമായി നിറഞ്ഞു നിൽക്കുന്നതാണ്, കാര്യങ്ങൾ നൽകുന്നതിൽ വിശാലമായതാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ,
ചെലവഴിക്കുക എന്നുള്ളത് അതിൽ ഒന്നും തന്നെ എന്താ തഗീൽ എന്ന് പറഞ്ഞാൽ തൻഖുസു കുറക്കുന്നില്ല, നഖ്സു വരുത്തുന്നതില്ല. സഹാഉൽ ലൈലി വന്നഹാർ, സഹാ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വാരിക്കോരി നൽകുന്നതിനാണ് സഹാ എന്ന് പറയുക. വാരിക്കോരി നൽകുക, അത് സ്ഥിരമായി കൊണ്ട് നൽകുന്നതിനാണ് സഹാ എന്നുള്ള പദം അറബിയിൽ ഉപയോഗിക്കാറ്. അസ്വബുദ്ദായിം എന്ന് പറയും. വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ് സഹാ. അല്ലൈലി വന്നഹാർ, രാവും പകലും അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അറഅയ്തും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാ അൻഫഖ മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, മാ അൻഫഖ, അല്ലാഹു ചെലവഴിച്ചതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, മുൻദു എന്ന് പറഞ്ഞാൽ സിൻസ് എന്നുള്ള അർത്ഥത്തിലാണ്, മുതൽ എന്നുള്ള അർത്ഥത്തിൽ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു ചെലവഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ അറൈത്ത എന്നുള്ള പദം അറബിയിൽ നോക്കിക്കാണുക എന്നുള്ള അർത്ഥത്തിൽ, കാണുക, നോക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് അലിമ, മനസ്സിലാക്കിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഭാഷാപരമായിട്ടുള്ള ചില വ്യത്യാസമാണ്. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുമ്പോൾ അതല്ലാത്തപ്പോൾ എന്നുള്ളത് ഈ അങ്ങനെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാറുണ്ട്. എന്താണ് അഭിപ്രായം എന്നുള്ളതിലൊക്കെ ചോദിക്കാറുണ്ട്. ഫഇന്നഹു ലം യഗ്ൽ മാ ഫീ യമീനിഹി, ഫഇന്നഹു തീർച്ചയായും ലം യഗ്ൽ, യഗ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൻഖുസ് കുറക്കുന്നില്ല, മാ ഫീ യമീനിഹി അല്ലാഹുവിന്റെ വലതു കരത്തിലുള്ളത്. വൽ ഖിസ്തു ബിയദിഹിൽ ഉഖ്റ, ഖിസ്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ, മീസാൻ, കാര്യങ്ങളുടെ അളവുകൾ, അത് അല്ലാഹുവിന്റെ മറ്റൊരു കരത്തിലാണ്. യർഫഉ വയഖ്ഫിദു, അത് അല്ലാഹു ഉയർത്തുന്നു, അഥവാ ഈ കാര്യങ്ങളുടെ അളവുകൾ ഉയർത്തുന്നു, അല്ലാഹു കുറക്കുന്നു. അഖ്റജാഹു, അഥവാ അഖ്റജാഹു എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഉദ്ധരിച്ചു, അഥവാ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ ഹദീസ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ സ്ഥിരപ്പെട്ട, ഖുർആനിലൂടെയും ഹദീസിലൂടെയും എല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണത്തെ അറിയിക്കുന്നു. എന്താണ് വിശേഷണം? അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാനേ അതിയായ ഒരു ആഗ്രഹം ഉണ്ടാവണം. കാരണം നമ്മുടെ ഇലാഹാണ് അള്ളാഹു തആല, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ സൃഷ്ടാവാണ് അള്ളാഹു തആല. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്താണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടുള്ളത്, അതറിയാനും പഠിക്കാനും അതിയായ ഒരു ആഗ്രഹം നമുക്ക് വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ, പലപ്പോഴും അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പഴച്ചു പോയ ഒരുപാട് വിഭാഗങ്ങളെ കേട്ടിട്ടുണ്ടാകും. മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, അല്ലെങ്കിൽ ഖദരിയാക്കൾ, ജബരിയാക്കൾ എന്നീ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഈ പഴച്ച വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും, വേറെ കാരണങ്ങളുണ്ടെങ്കിലും ഭൂരിഭാഗവും പഴച്ചിട്ടുള്ളത് എവിടെയെന്നറിയോ? അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിലാണ്. കാരണം എന്താ? അതിന് പണ്ഡിതന്മാർ അത്ര ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് ശരിയായിരിക്കണം, അതിലൊരു തെറ്റും വരാൻ പാടില്ല, ഒരു ചെറിയ രീതിയിൽ പോലും തരാൻ പാടില്ല, പ്രശ്നം വരാൻ പാടില്ല. ഇപ്പൊ അശ്വരിയാക്കൾ അള്ളാഹുവിന്റെ യദ്, അവർ പറയും അള്ളാഹുവിന്റെ കരം എന്ന് പറയാൻ പറ്റൂല, അത് നമുക്ക് തഫ്വീൽ ചെയ്താൽ മതി. അതായത് അള്ളാഹുവിന് അറിയുള്ളൂ യദ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയില്ല. അള്ളാഹുവിന് യദുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. ആ യദ് കയ്യാണ് എന്ന് പറയാൻ പറ്റൂല, അത് അള്ളാഹുവിന് അറിയുള്ളൂ എന്ന നിലക്ക് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും അറിവില്ലാത്തൊരു സാധാരണക്കാരായ മനുഷ്യൻ വിചാരിക്കുക, ശരിയാണല്ലോ, അങ്ങനെ മതിയല്ലോ, അതല്ലേ നല്ലത് എന്നാണ്. എന്നാൽ സഹാബികൾ വിശ്വസിച്ചത് എന്താണ്? അതിന് അറബി ഭാഷയിൽ എന്താണോ അർത്ഥം, അങ്ങനെയാണ് അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കണം, ആ രീതിയിൽ വിശ്വസിക്കണം എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ, അഥവാ അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ ശക്തമായി ഉറച്ചു നിൽക്കാനും അവർക്ക് മറുപടി പറയാനും അതിന്റെ പേരിൽ പല ത്യാഗങ്ങൾ, ഇമാം അഹ്മദ് ആവട്ടെ, ഇബ്നു തൈമിയ്യ ആവട്ടെ, പല ത്യാഗങ്ങൾ പണ്ഡിതന്മാർ സഹിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമ്മൾ പഠിക്കണം. അതിന് അഖീദത്തുൽ വാസിയ പോലെ കിതാബുകൾ, ദർസുകൾ, പല നമ്മുടെ ദായിമാരും എടുത്തിട്ടുള്ള കിതാബാണ്. അത് ഏതെങ്കിലും ഒന്നൊക്കെ കേട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ കൂടുതലായിട്ട്, അഖീദത്തുൽ തഹാവി ആവട്ടെ, അങ്ങനെയുള്ള ഏതാ കിതാബാണെങ്കിലും നമ്മൾ കൂടുതൽ പഠിക്കണം എന്ന് പറയുന്നു. ഇനി ഇതിൽ പറയുന്ന വിഷയം യമീനുല്ലാഹി മലഅ, അള്ളാഹുവിന്റെ വലത് കരം നിറഞ്ഞതാണ്, അഥവാ കാര്യങ്ങളെ കൊണ്ട്, നൽകാനുള്ള കാര്യങ്ങളെ കൊണ്ട് വിശാലമായിട്ടുള്ളതാണ് എന്നത്. അപ്പൊ ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് യമീനുല്ലാഹ്, അള്ളാഹുവിന് എന്തുണ്ട്? വലത് കരമുണ്ട് എന്നുള്ളത് ഈ ഭാഗം കൊണ്ട് സ്ഥിരപ്പെട്ടു.
അള്ളാഹുവിന് വലത് കരമുണ്ട് എന്നുള്ളത്. 2 കരങ്ങളുണ്ട് എന്ന് ഖുർആനിലെ ആയത്തുകൾ ധാരാളമുണ്ട്. ഒരായത്ത് സൂറത്ത് സ്വാദിലെ 75-ാമത്തെ ആയത്തിൽ കാണാം. അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. ഇബ്ലീസിനോട് ചോദിച്ചതാണ്, ഞാൻ എന്റെ 2 കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതിനെ സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താണ് തടസ്സം എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് 2 കരങ്ങൾ എന്നുള്ളത് വേറെയും ആയത്തുകളുണ്ട്, വേറെയും ഹദീസുകളുണ്ട്. ഈ ഹദീസിൽ അള്ളാഹുവിന് വലത് കരമുണ്ട് എന്ന് കാണും. അതിൽ വലത് കരം എന്ന് മാത്രമല്ല, മല എന്തൊക്കെയാണോ നമുക്ക് ലഭിക്കുന്നത് അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അത് നിറഞ്ഞതാണ്, നൽകാനുള്ളതിൽ നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ, അതിൽ ഒന്നും തന്നെ ചെലവഴിച്ചതുകൊണ്ട് കുറയുന്നില്ല. അതായത് ഈ ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിൽ ഏകദേശം 800 കോടിയോളം മനുഷ്യർ. അതിനപ്പുറത്തേക്ക് അതിന്റെ 10, 20, 100 ഇരട്ടിയോളം മറ്റുള്ള ജന്തുജീവജാലങ്ങളുണ്ട്. അത്രയും ജന്തുജീവജാലങ്ങളുണ്ട്. മനുഷ്യർ പറഞ്ഞാൽ മനുഷ്യരാണ് ചിലപ്പോൾ ഏറ്റവും കുറവുണ്ടാവുക. അതായത് ബാക്കിയുള്ള മൊത്തം ജന്തുജീവജാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ വളരെ കുറവാണ്. വേറെ എത്ര ജീവികളുണ്ട്. ഇവർക്കെല്ലാം റിസ്ക് നൽകുന്നത്, ഇവർക്കെല്ലാം ആവശ്യമായ കാര്യം നൽകുന്ന ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവാണ് നൽകുന്നത്. അപ്പോ അങ്ങനെ ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെലവഴിച്ചാലും അള്ളാഹുവിൽ നിന്ന് എന്താകുന്നില്ല, അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ കുറയുന്നില്ല. സഹാഉൽ ലൈലി വന്നഹാർ, രാവും പകലും തുടർച്ചയായിക്കൊണ്ട് വാരിക്കോരി നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു നിമിഷത്തേക്ക് നമ്മുടെ ശ്വാസം നിന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിന് ആവശ്യക്കാരാവുന്നു. ഒരു നിമിഷത്തേക്ക് നമുക്കതിന് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ അള്ളാഹു അതുവരെ എന്ത് കാര്യം വാരിക്കോരി ചൊരിയുന്നു. എന്നിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് ചിന്തിച്ചു നോക്കിയും, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു ചെലവഴിച്ചതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നമ്മൾ എത്ര സൃഷ്ടികളുണ്ട്, എത്ര കാലം കഴിഞ്ഞുപോയി. അത്രയും കാലം ഈ കഴിഞ്ഞ ആകാശവും സൃഷ്ടിച്ച മുതൽ ഈ നിമിഷം വരെ അള്ളാഹു നൽകിയിട്ടുള്ള കാര്യങ്ങൾ എത്ര വലുതാണ്. എന്നിട്ട് പറയാ ഫഇന്നഹു ലം യഗ്ൽ മാ ഫി യമീനിഹി, അതൊന്നും തന്നെ അള്ളാഹുവിന്റെ വലത് കരത്തിലുള്ളതിനൊന്നും കുറച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ആ ഗാംഭീര്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ വലത് കരത്തിൽ നിന്ന് ഒന്നും തന്നെ അത് കുറച്ചിട്ടില്ല, ആകാശമുകളെ സൃഷ്ടിച്ച മുതൽ ഇന്ന് വരെയുള്ള ഈ ചെലവഴിക്കൽ കൊണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ആ വിശാലത, അള്ളാഹു നൽകുന്നതിലുള്ള വിശാലത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഖസായിനുകൾ, അതിന്റെ വിശാലത. എന്നിട്ട് പറയാണ് വൽ ഖിസ്തു ബിയദിഹി അൽ ഉഖ്റ, ഖിസ്ത് ഈ കാര്യങ്ങളുടെ അളവ് തീരുമാനിക്കുന്നത് അത് മറ്റൊരു തരത്തിലാണ്. യർഫഉ വയഖ്ഫിദു, ആ അളവ് അള്ളാഹു ഉയർത്തുന്നു താഴ്ത്തുന്നു. നമുക്ക് കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരു കരമുണ്ട് എന്നും ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നു. അപ്പൊ 2 കരങ്ങൾ അള്ളാഹുവിനുണ്ട്. രണ്ടാമത്തേത്, ചില ഹദീസുകൾ സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ ഷിമാൽ, ഇടത് കരം അള്ളാഹുവിനുണ്ട് എന്ന് വന്നിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ 2 കരങ്ങളും യമീനാണ് എന്ന തരത്തിലും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ ജംഅ ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിന് യമീനും ഷിമാലുമായിട്ടുള്ള കരങ്ങളുണ്ടെങ്കിലും മനുഷ്യരെ പോലെയല്ല ഷിമാല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും. മനുഷ്യൻ എന്താണ്, യമീനൊരു സ്ഥാനവും ഷിമാലിന് സ്ഥാനം കുറഞ്ഞുണ്ട് ഉപയോഗിക്കുന്നതിലൊക്കെ. പക്ഷെ അള്ളാഹുവിന്റെ 2 കരങ്ങളുടെയും സ്ഥാനം എന്നുള്ളത്, അതിന്റെ ദറജ എന്നുള്ളത് യമീന് പോലെ തന്നെയാണ്. രണ്ടും യമീന് പോലെ തന്നെ ഒരേ സ്ഥാനത്തുള്ളതാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കിതാബിന്റെ ഷർഹിൽ സാലിഹ് അലി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ കിതാബിനെ ഉസൂലിയായ നിലക്കും അസ്മാഉ സിഫാത്തിൽ പഴച്ച ആളുകൾക്കുള്ള റദ്ദ് എന്ന നിലക്കൊക്കെ തെളിവ് പിടിച്ചുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഈ ഹദീസിനെ വളരെ വിശാലമായ അള്ളാഹുവിന്റെ കരങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ധാരാളം തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന് 2 കരങ്ങളുണ്ട്. ഒന്ന് യമീന് ഷിമാൽ എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. എന്നാലും രണ്ടും യമീനിന്റെ സ്ഥാനത്താണ് അതിന്റെ പദവിയും സ്ഥാനവും ഉള്ളത്. അതുകൊണ്ട് ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങൾ, പ്രധാനപ്പെട്ട പാഠങ്ങൾ, വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് പറയുന്നത്. കാരണം നമുക്കിത് തീർക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞാനിത് മുമ്പ് എടുത്തു തീർത്തത് 26ഓളം ദർസിലാണ്. 26 ദർസ് എടുത്തിട്ടാണ് ഇത് എടുത്തു തീർത്തത്, ഓരോ ആഴ്ചയിൽ ഓരോ ദർസായിട്ട്. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹദീസിലെ പാഠങ്ങൾ എന്താണ്?
അള്ളാഹുവിന് യമീൻ എന്നുള്ള ഫായിദ ഈ ഹദീസിലുണ്ട്. അത് തന്നെ നിറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിന് ഒന്നും തന്നെ കുറയുന്നില്ല എന്നുള്ളത് കാണാം. അള്ളാഹുവിന് മറ്റൊരു കരമുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ പാഠമുണ്ട്. അതിൽ ഖിസ്ത് നിയന്ത്രണം, അത് എത്ര കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് കാണാം. യമീനും ഷിമാലുമായിട്ട് സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടും യമീനാണ് എന്ന നിലക്കും ഹദീസ് വന്നിട്ടുണ്ട്. അതിനെ ജമഅ ചെയ്തിട്ടുള്ളത് സ്ഥാനത്ത്, ഫദ്ലിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കരത്തിന്റെ ദറജയുടെ സ്ഥാനത്ത് രണ്ടും യമീനാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഹദീസ് അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഇൽമ് അടുത്ത വിശേഷണമാണ്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഹക്ക് തൗഹീദ് പറഞ്ഞു. രണ്ട്, അള്ളാഹുവിന്റെ ഹയ്യ് എന്നുള്ള വിശേഷണം പറഞ്ഞു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യമീൻ എന്നുള്ള യദ്, അള്ളാഹുവിന്റെ കരങ്ങൾ എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. വഅൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു, അബൂ ദർർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാതൈനി യൻതതിഹാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കണ്ടു രണ്ട് ആടുകൾ യൻതതിഹാനി. യൻതതിഹ എന്ന് പറഞ്ഞാൽ തല കൂട്ടിമുട്ടുന്നതിനാണ് യൻതതിഹാനി എന്ന് പറയുക, ഇൻതതഹ എന്ന് പറയുക, തലകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിന്. ആ രണ്ടാളുകൾ അങ്ങനെ കൂട്ടിമുട്ടുന്ന തല കൊണ്ട് ഇടിക്കുന്നത് കണ്ടു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രി ഫീമ യൻതതിഹാനി യാ അബാ ദർ, അബൂദർറെ നിനക്കറിയുമോ ഇവരെന്തിനാണ്, ഈ രണ്ടാളുകൾ തമ്മിൽ എന്തിനാണ് ഈ തല കൂട്ടിയിടിക്കുന്നത് നിങ്ങൾക്കറിയുമോ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? രണ്ട് കോഴി തമ്മിൽ തല്ലുകൂടുകയാണ്, അല്ലെങ്കിൽ കൊത്തുകൂടുകയാണ്, അല്ലെങ്കിൽ പൂച്ചകൾ തമ്മിൽ എന്തെങ്കിലും ചെയ്യാണ്, അല്ലെങ്കിൽ ജന്തുജീവജാലങ്ങൾ ചെയ്യാണ്, ഇവരെന്തിനായിരിക്കും ഇത് ചെയ്യുന്നത് നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിക്കാറില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല, നമ്മളതിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ സഹാബിയോട് ചോദിക്കുകയാണ്, ഇവരെന്തിനായി ഇങ്ങനെ ചെയ്യുന്നത് നിനക്കറിയാം, എന്താണ് അതിന് കാരണം എന്നറിയോ ചോദിച്ചു. അബൂദർ ചോദിച്ചു. ഖുൽതു ലാ, സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനെയും പോലെ എന്ത് പറഞ്ഞു, എനിക്കറിയില്ല, നമുക്ക് അതിന്റെ ആലോചിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാകിന്നല്ലാഹ യദ്രി, പക്ഷേ അള്ളാഹുവിനറിയാം ഇവരെന്തിനാണ് ഈ തമ്മിൽ തലയിടിച്ച് മുട്ടിക്കുന്നത്, എന്തിനാണ് ഈ തല്ലുകൂടുന്നത്. വസയഹ്കുമു ബൈനഹുമാ, അള്ളാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യും എന്ന് പറയാണ്. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. ആലോചിച്ചു, ഇതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ അറിവിനെ അറിയിക്കാനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ അറിയിക്കാനാണ്. അഥവാ മണ്ണായി പോകേണ്ട, അഥവാ തക്ലീഫില്ലാത്ത, വിചാരണ ചെയ്ത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടേണ്ട ഇതില്ലാത്ത ജീവികളാണ് ബാക്കിയൊക്കെ. ആർക്കാണ് ഇത് തീരുമാനിക്കപ്പെടേണ്ടുള്ളൂ? മുക്കല്ലിഫീങ്ങൾ ആരൊക്കെയാണ്? മനുഷ്യന്മാർ മാത്രമാണോ? ഇല്ല, ജിന്നും ഇൻസും. അവർ രണ്ടുപേരാണ് എന്ത്? മുക്കല്ലിഫീങ്ങൾ, വിചാരണ ചെയ്യപ്പെടുന്നവരും പ്രതിഫലം നൽകുന്നവരാരാണ്? ജിന്നും ഇൻസുമാണ്. ബാക്കിയുള്ള മൃഗങ്ങൾക്ക് എന്തില്ല? പ്രതിഫലമല്ല, അവർക്ക് മണ്ണായി പോകലാണ്. എന്നാലും അവിടെ ഒരു കാര്യമുണ്ട്, പരലോകത്ത് എന്താണ്? നീതിയോടുകൂടി അല്ലാഹു തആല കാര്യങ്ങൾ വിധിക്കും, ഖിസാസ് ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്ത് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിയിട്ട് പകരം ചെയ്തിട്ട് രണ്ടാളോട് എന്ത് പറയും? മണ്ണായി പോകാൻ വേണ്ടി പറയും. ഈ ജന്തു ജീവജാലങ്ങളുടെ ഇടയിൽ ഖിസാസ് ഉണ്ടെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഇടയിൽ എങ്ങനെ ഉണ്ടാവണം? മനുഷ്യരായ നമ്മുടെ ഇടയിൽ എങ്ങനെ ഉണ്ടാവണം? ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പക്ഷെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചിട്ട് അറിയിക്കാൻ, അള്ളാഹു എത്രത്തോളം കാര്യങ്ങൾ അറിയുന്നു. അപ്പൊ രണ്ടാടുകൾ തല കൂട്ടിമുട്ടിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയില്ല. സ്വഹാബി പറഞ്ഞു, എനിക്കറിയില്ല പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്, പക്ഷെ അള്ളാഹുവിനറിയാം ഇതെന്താണെന്ന്. അള്ളാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിന് മനസ്സിലാക്കേണ്ടത്, രണ്ട് ഫായദകളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമ്. അള്ളാഹു ആ ജന്തുജീവജാലങ്ങളിൽ പോലും അറിയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും രഹസ്യമായ ചിന്തകൾ പോലും അറിയുന്നവനാണ് ആര്? അള്ളാഹു തആല. അള്ളാഹുവിന്റെ ഇൽമ് 4 മർത്തബകളിലാണുള്ളത്. അള്ളാഹുവിന്റെ അറിവിന് 4 മർത്തബകളാണുള്ളത്. ഒന്നാമത്തേത് യഅലമു മാ കാന, കഴിഞ്ഞ കാലം സംഭവിച്ച കാര്യങ്ങൾ അള്ളാഹു അറിയും, യഅലമു മാ കാന. രണ്ടാമത്തേത് യഅലമു മാ ഹുവ കായിനുൻ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുവിനറിയും. മൂന്നാമത്തേത് യഅലമു മാ സയകൂനു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അള്ളാഹുവിനറിയാം.
എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നാലാമത്തേത് യഅലമു മാ ലം യകുൻ ഇദാ യകൂനു കൈഫ യകൂൻ. ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ അത് എങ്ങനെയാകുമായിരുന്നു എന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഒരു കാര്യം നടന്നിട്ടില്ല, സംഭവിച്ചിട്ടേ ഇല്ല, പക്ഷെ അത് സംഭവിച്ചാൽ അത് എങ്ങനെയാണ് സംഭവിക്കുക, ഏത് രൂപത്തിലാണ്, എത്ര അളവിലാണ് എന്നൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഇതാണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ 4 മർത്തബകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അറിവിന്റെ 4 മർത്തബകൾ. ഇത് വളരെ പ്രധാനാട്ടോ. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഖളാ ഖദറിലുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. അധിക ആളുകൾക്കും ഖളാ ഖദറിലുള്ള വിശ്വാസം ശരിയാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഖളാ ഖദറിലെ വിശ്വാസം ബുദ്ധിമുട്ടായി തീരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫായിദ ഈ ഹദീസിൽ നിന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് എല്ലാ സൃഷ്ടികളുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. 2 ഉറുമ്പുകൾ തമ്മിൽ കടികൂടുകയാണെന്ന് വിചാരിക്കുക, അതെന്തിനാണ് എന്നുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അതെന്തിനാണെന്ന് അള്ളാഹു അറിയുന്നുണ്ട്. അല്ലെങ്കിൽ എത്രയും നിസ്സാരമായി നമ്മൾ കാണുന്ന 2 ജീവികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്തിനാണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ കാര്യം ആലോചിച്ച് നോക്കി. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. രണ്ടാമത്തെ ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേത് വസയഹ്കുമു ബൈനഹുമാ എന്നുള്ളതാണ്. അല്ലാഹു തആല വിധി തീരുമാനിക്കും, അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കും അവരുടെ ഇടയിൽ. അഥവാ അന്ത്യനാളിൽ സൃഷ്ടികൾക്കിടയിൽ ഈ അറിവുണ്ടല്ലോ അള്ളാഹുവിന്. ഇപ്പൊ വേറൊരാളെ ഈ ലോകത്ത് വെച്ച് പറ്റിക്കാന്ന് വിചാരിക്കുക, ചതിച്ചു എന്ന് വിചാരിക്കുക, വഞ്ചിച്ചു എന്ന് വിചാരിക്കുക. ഈ ലോകത്തുള്ള കോടതിയിലും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മറ്റുള്ള ആളുകളുടെ മുമ്പിലൊക്കെ ആ ചതിച്ച വ്യക്തി അവൻ ശരിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചു വിചാരിക്കുക. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനറിയാം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം. അള്ളാഹു അതിനിടയിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കും. എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത് അതിനനുസരിച്ച് കൃത്യമായി വിധി കൽപ്പിക്കും. അത് എത്ര നിസ്സാരമായൊരു ജീവിയാകട്ടെ അവർക്കിടയിലും അള്ളാഹു നീതിപൂർവ്വം തീരുമാനിക്കും. അള്ളാഹു തആല ഹക്കീമാണ്, ഹക്കമാണ്, വിധി കൽപ്പിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ ഹുക്മിനെയും ഇവിടെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അറിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഒന്ന്, ഏതൊരു മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അള്ളാഹുവിന്റെ ഇൽമ് കാരണമാകും. 2, നമ്മൾ ഒരാളോട് ദുൽമ ചെയ്യാതിരിക്കാൻ, കാരണം നാളെ പരലോകത്ത് ഖിസാസ് ഉണ്ടാകും എന്നുള്ള ബോധം നമുക്കുണ്ടാകും. 3, ഇനി ഒരാൾ നമ്മളോട് ദുൽമ ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്ത് സാധിക്കും? ക്ഷമിക്കാൻ സാധിക്കും. നമ്മളെ ഒരാൾ ചതിച്ചു, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു, അങ്ങനെ ചെയ്തു, ഒരാൾ നമ്മോടൊപ്പം നിൽക്കുന്നില്ല, നമുക്ക് എന്തുണ്ട്? നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? നാളെ പരലോകത്ത് അല്ലാഹു തആല വിധി കൽപ്പിക്കും, അത് നീതിയോടുകൂടി വിധി കൽപ്പിക്കുമെന്നുള്ള ആ പ്രതീക്ഷ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ ഈ ഹദീസിൽ നിന്ന് പാഠമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റ് 2 വിശേഷണങ്ങളെ അറിയിക്കുന്നതാണ്, മറ്റ് 2 നാമങ്ങളെയും. അസ്സംഉ വൽ ബസറു, കേൾവി, കാഴ്ച എന്ന അള്ളാഹുവിന്റെ 2 വിശേഷണങ്ങളെ നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇത് മുഴുവൻ കിതാബ് തീർന്നു കഴിഞ്ഞിട്ടോ ഈ കിതാബ് ഇടക്ക് വായിച്ചു നോക്കണം. ഈ ഹദീസുകൾ എന്തിനാണ് വായിച്ചു നോക്കുന്നത്? ഈ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആലോചിക്കണം. ഏതൊരു ദീനിയായിട്ടുള്ള കാര്യത്തിൽ നിന്നും നമുക്ക് ഫായിദ കിട്ടണമെങ്കിൽ തദബ്ബുർ ഉണ്ടാവണം. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ദർസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്ന അവസ്ഥ നമുക്ക് വേണം. എന്നാലേ അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുള്ളൂ. ചിന്തയില്ല എങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യമില്ല. അപ്പോ പിന്നീട് ഇത് ഓരോ ഹദീസിലും ഇന്ന കാര്യമാണല്ലോ അറിയിക്കുന്നത് എന്നതിനെ കുറിച്ച് അപ്പൊ നമുക്കത് മനസ്സിലായി, ഇന്നത് അള്ളാഹുവിനുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിച്ച് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അടുത്തത് പറയുന്നത് അള്ളാഹുവിന്റെ മറ്റ് 2 സിഫത്തുകളാണ്, അസ്സംഉ വൽ ബസറു. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قرأ هذه الآية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു.
സൂറത്ത് നിസായിലെ 58-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ ഇലാ ഖൗലിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. ആയത്തിന്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ അവസാനം വരെ ആയത്ത് മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പാരായണം ചെയ്തു. ഇതിൽ ബാവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനം എന്താ പറഞ്ഞത്? അല്ലാഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, ബസീറാണ്. വയദഉ ഇബ്ഹാമൈഹി അലാ ഉദ്നൈഹി. ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 തള്ളവിരലുകൾ അവിടുത്തെ ചെവിയിൽ വെച്ചു. വല്ലതി തലീഹ അലാ ഐനൈഹി. ബാക്കിയുള്ള അതിനോട് ചേർന്നിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ മേലെയും വെച്ചു, അഥവാ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, സമീഅൻ ബസീറ എന്ന് പറഞ്ഞിട്ട്. റവാഹു അബൂ ദാവൂദ് വഇബ്നു ഹിബ്ബാൻ വഇബ്നു അബി ഹാറ്റിം എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുകയാണ്. ഒന്നെന്താണ്? അസ്സംഅ്, 2 അൽ ബസർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഈ 2 നാമങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തെ നന്നാക്കാനുള്ള അത്ര ശക്തിയുള്ള 2 നാമങ്ങളാണിത്. ഈ നാമങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ അസ്സമീഉ അൽ ബസീർ, വിശേഷണം അസ്സംഉ അൽ ബസർ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ എന്നുള്ള നാമങ്ങൾ, കേൾവി, കാഴ്ച എന്നുള്ള വിശേഷണം. ഇത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഒഴിവാക്കാനും നന്മകൾ രഹസ്യമായി വർദ്ധിപ്പിക്കാനും പ്രേരണയേകുന്ന കാരണമാകുന്ന കാര്യങ്ങളാണ്. കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കുക? ആ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക ഒക്കെ കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. ഇപ്പൊ സമീആയ അള്ളാഹുവിനെ നീ ആരാധിക്കണം, ബസീറായ അള്ളാഹുവിനോട് നീ ഉബൂദിയത്ത് കാണിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിക്കുക? അള്ളാഹു തആല കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന നിലക്ക് നമ്മുടെ വാക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ, അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന നിലക്ക് നാം ഒറ്റക്കുള്ളപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം സൂക്ഷ്മത കാണിക്കുമ്പോൾ, അപ്പോഴാണ് എന്താകുന്നത്? സമീഉ ബസീർ എന്നുള്ള നാമം കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചവനായിട്ട് നമ്മൾ മാറുന്നത്. അതായത് അള്ളാഹുവിന്റെ ഓരോ നാമത്തിനും നമ്മളൊരു ഉബൂദിയത്ത് കാഴ്ചവെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഭൂമിയിൽ നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന്റെ ചില അസറുകളുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഒരു നാമം ഉണ്ട്, അതായത് ഇത് വേറൊരു വിഷയമാണ്, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഏതൊരു കാര്യവും. ഇപ്പൊ ഒരാൾ മറ്റൊരാളോട്, ഒരു മൃഗം അതിന്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നുണ്ട് എങ്കിൽ, അതിന്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ ആയതുകൊണ്ടും അള്ളാഹുവിന് റഹ്മത്ത് എന്നുള്ള വിശേഷണം ഉള്ളതുകൊണ്ടുമാണ് അത് നടക്കുന്നത്. കാരണം ആ റഹ്മത്ത് അള്ളാഹു തആല സൃഷ്ടിച്ചൊരു ഭാഗം അവിടെ നൽകിയിട്ടുള്ളത് കൊണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ഒരു കാരണമുണ്ട്. ഇനിയിപ്പോ ഒരാൾ ഒരു പാപം ചെയ്യുന്നു, അള്ളാഹു തആല ഹക്കീമാണ്, അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തുണ്ട്. ഒരാൾ കാഫിറായി പോകുന്നു, ഒരാൾ നല്ല ദീനിയായി ജീവിച്ചാൽ പിന്നീട് കാഫിറായി പോകുന്നു, ആ വഴികേടിന് അള്ളാഹു തആല ഹിക്മത്തുണ്ട്, ഹക്കീമാണ് അള്ളാഹു തആല. അങ്ങനെ ഓരോ കാര്യത്തിനും ഈ നാമഗുണ വിശേഷണങ്ങൾക്കൊരു സ്വാധീനമുണ്ട്. അപ്പൊ അസ്സംഉ വൽ ബസീർ എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അസ്സമീഉ വൽ ബസീർ എന്നുള്ള നാമങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ്. ഈ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് പാരായണം ചെയ്യാണ്, സൂറത്ത് നിസായിലെ 58-ാമത്തേത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു സാഹചര്യമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്ക ഫത്ത് കഴിഞ്ഞ സമയത്ത് പൊതുവെ മുൻപ് കാലത്തും കഅബയുടെ താക്കോല്, അഥവാ ജാഹിലിയ കാലഘട്ടത്തിലെല്ലാം കഅബയുടെ കഅബ മുശ്രിക്കീങ്ങൾക്ക് എന്താണ്? വളരെ ബഹുമാനിക്കുന്ന ഭവനമാണ്. അപ്പോ അതിന്റെ താക്കോല് ഇബ്നു ഷൈബ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ ആ ബനു ഷൈബ ഗോത്രത്തിലുള്ളവരാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. മക്കം ഫത്തയിൽ അലി റളിയല്ലാഹു അൻഹു അത് വാങ്ങി കഅബ തുറക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ ഈ ഒരു അമാനത്ത് എന്താണ്? ഈ ചാവി എന്നുള്ളത് ബനു ഷൈബയുടെ അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. 5 നാൾ വരെ
അവരാണ് അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ. അവർക്കാണ് ഈ അമാനത്ത് നൽകപ്പെട്ടിട്ടുള്ളത്, അത് വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം. ഈ ബാബിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടുള്ളത് അവസാന ഭാഗമാണ് ആയത്തിന്റെ. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. കാന എന്നുള്ള വാക്ക് ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കാനക്ക് ഇസ്തിമ്രാറിന്റെ അർത്ഥമുണ്ട്. അഥവാ ഒരു കാര്യം എന്നും അങ്ങനെയാണെന്ന് അറിയിക്കാനും കാന എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോ അല്ലാഹു തആല എപ്പോഴും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഇതിൽ ധാരാളം പിഴച്ച വിഭാഗങ്ങൾക്കുള്ള ഒരു റദ്ദിനുള്ള ഭാഗമാണ് അവസാനത്തേത്. വയദഉ ഇബ്ഹാമൈഹി അലാ ഉദ്നൈഹി വല്ലതി തലീഹാ അലാ ഐനൈഹി. സമീഅൻ ബസീറ എന്നുള്ള വാക്ക് ഇപ്പൊ അള്ളാഹുവിന് കേൾവി കാഴ്ച ഉണ്ട് എന്ന് പറയുമ്പോ ചില പിഴച്ച വാക്കാർ പറയും അത് മജാസിയായിട്ടുള്ള ആലങ്കാരികപ്രദമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, അള്ളാഹുവിന് കേൾവിയൊന്നുമില്ല അല്ലെങ്കിൽ കാഴ്ചയൊന്നുമില്ല, അങ്ങനെയല്ല, അള്ളാഹുവിന് യോജിച്ചതല്ല, അത് അള്ളാഹുവിനെ മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തലാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ സമഅ ബസർ സമീഅൻ ബസീറ എന്നുള്ള പദം ഈ ഭാഗം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉറപ്പിച്ച് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കേൾവിയും കാഴ്ചയും തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയിക്കാനാണ് കൈ രണ്ടും ചെവിയിൽ വെച്ച്, വിരലുകൾ ചെവിയിൽ വെച്ച്, കണ്ണിലേക്ക് കൈവച്ചുകൊണ്ട് സമീഉം ബസീറുമാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം മനുഷ്യരെ പോലെ ചെവിയുണ്ട്, മനുഷ്യരെ പോലെ കണ്ണുണ്ട് എന്നാണോ? അല്ല, അള്ളാഹുവിന് യോജിച്ച രീതിയിൽ എന്തുണ്ട്? കേൾവിയും കാഴ്ചയുണ്ട്. പക്ഷെ അത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അത് അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് പറഞ്ഞു. കാരണം വേറെ ഒരാളെ പോലെ ഉണ്ട് എന്ന് അള്ളാഹുവിനെ പറ്റി പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം അള്ളാഹുവിന്റെ പോലെ ഒന്നും തന്നെയില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ കേൾവിയും കാഴ്ചയും ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നു. അപ്പൊ ഈ ഹദീസ് എന്തിനുള്ളതാണ്? അള്ളാഹുവിന് കേൾവിയും കാഴ്ചയും ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال مفاتيح الغيب خمس لا يعلمها إلا الله لا يعلم ما في غد إلا الله ولا يعلم ما تغيض الأرحام إلا الله ولا يعلم متى يأتي المطر أحد إلا الله ولا تدري نفس بأي أرض تموت إلا الله ولا يعلم متى تقوم الساعة إلا الله تبارك وتعالى رواه البخاري ومسلم. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഫാത്തി. ഈ ഹദീസും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിന്റെ ഇൽമ് തന്നെയാണ്, അള്ളാഹുവിന്റെ അറിവിന്റെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തി ഒന്നുകൂടി മനസ്സിലാക്കി തരുന്ന മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ, അഥവാ മറ്റൊരാൾക്കും ഒരു തരത്തിലും അള്ളാഹു തആല നൽകിയിട്ടില്ലാത്ത അറിവ്. അഥവാ മനുഷ്യർക്ക് അള്ളാഹു തആല കുറച്ച് അറിവ് നൽകിയിട്ടുണ്ട്. എത്ര? ഒരു കടലിൽ നിന്നൊരു സൂചി മുക്കിയാൽ എടുക്കുന്ന അത്രമാത്രം, ഒരു ഉപമയായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ അറിവ് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. എന്നാൽ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും ഒരാൾക്കും അള്ളാഹു തആല ഒരു മനസ്സിലാക്കി കൊടുക്കാത്ത കാര്യങ്ങൾ. അത് പ്രധാനമായും 5 അത് പറയുന്നു. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ, അദൃശ്യമായ കാര്യങ്ങൾ. മിഫ്താഹ് പറഞ്ഞ ചാവി എന്ന അർത്ഥം, തുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അതിന്റെ ജംആണ് മഫാത്തിഹു അൽ ഗൈബ് എന്നുള്ളത്. അഥവാ അദൃശ്യമായ കാര്യത്തിന്റെ താക്കോലുകൾ 5 അഥവാ അങ്ങനെയുള്ള ഇൽമ് 5 ലാ യഅലമുഹാ ഇല്ലല്ലാഹു, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും തന്നെ അത് അറിയുകയില്ല. ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹു, നാളെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്, നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, നാളെ ഇനി നമ്മുടെ ജീവിതത്തിലാവട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലാവട്ടെ, ഈ ലോകത്താവട്ടെ, ആകാശത്താവട്ടെ, ഭൂമിയിലാവട്ടെ, എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയൂ. കാരണം അള്ളാഹുവിന്റെ ഇൽമിന് എന്തില്ല? നമ്മൾ പറഞ്ഞ 4 മർത്തബകൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള കാലല്ല. അള്ളാഹുവിന് 100 വർഷം കഴിഞ്ഞാൽ എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുക എന്നുള്ളതും 100 വർഷം മുമ്പ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതും ഒരേപോലെയാണ് അറിവ്. നമ്മൾ മനസ്സിലാക്കണം. 100 വർഷത്തിന് ശേഷം ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതും 100 വർഷം മുമ്പ് ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതും ഒരേപോലെയാണ് അള്ളാഹുവിന്റെ അറിവ്. ഒരേപോലെ. അള്ളാഹുവിന് എന്തില്ല? ഇനി അത് അറിഞ്ഞിട്ട് വേണോ? വേണ്ട.
മറ്റേത് കഴിഞ്ഞു പോയതുകൊണ്ടാണ് അറിയുന്നതല്ല, ഒരേപോലെ അറിയുന്നവനാണ് അള്ളാഹു തആല. അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി ചില പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദ് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഇമാം അഹ്മദ് പറയുന്നുണ്ട്, മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണവും സമുദ്രത്തിലെ വെള്ളത്തിന്റെ അളവും പർവ്വതത്തിന്റെ ഭാരവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് അത്രത്തോളം അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളപ്പോഴൊക്കെയുള്ളതാണ്. അള്ളാഹുവിന് തുടക്കമുണ്ടോ? ഇല്ല. അപ്പോ എപ്പോഴും ഒരേപോലെയുള്ളതാണ് അള്ളാഹുവിന്റെ അറിവ്. അതിലൊന്നും കൂടാനില്ല. ഒരു കാര്യം അള്ളാഹുവിന് പുതിയതായിട്ട് അറിയാനില്ല. അപ്പൊ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇൽമ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. വലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്. അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രങ്ങൾ. ഗർഭപാത്രത്തിൽ എന്താണ് കുറയുന്നത് മാറുന്നത് എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. അഥവാ ഒരു സ്ത്രീ അവളുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അതിലെന്തൊക്കെയാണ് തീരുമാനിക്കപ്പെടുന്നതെന്ന് ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. വലാ യഅലമു മതാ യഅതി അൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്. എപ്പോഴാണ് മത്തർ എന്ന് പറഞ്ഞാൽ മഴ, എപ്പോഴാണ് മഴ വർഷിക്കുക, മഴ വരിക എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. വലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂതു ഇല്ലല്ലാഹ്. എവിടെ വെച്ചാണ് ഒരാൾ മരിക്കുക എന്നും ഒരാൾക്കറിയില്ല. നമുക്കൊരാൾക്കും അറിയില്ല. നമ്മൾ എവിടെ വെച്ചിട്ടാണ് മരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനും അറിയില്ല. എവിടെയാണോ മരിക്കേണ്ടത് അങ്ങോട്ടേക്ക് അള്ളാഹു തആല എന്താക്കും? ഒരു കാരണം അവനുണ്ടായി കൊടുക്കും. ഇപ്പോ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ മരിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങടെ എത്താനുള്ള കാരണങ്ങളെ അള്ളാഹു ഉണ്ടാക്കുമെന്നാണ്. അപ്പൊ എവിടെയാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല. വലാ യഅലമു മതാ തഖൂമുസ് സാഅതു ഇല്ലല്ലാഹു തബാറക വ തആല. അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും തന്നെ അറിയുകയില്ല, അറിയാൻ സാധിക്കുകയുമില്ല. എന്നാണ് അന്ത്യനാൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ച് കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമുള്ള അറിവാണത്. അപ്പോ ഈ കാര്യങ്ങൾ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തിയെ മനസ്സിലാക്കി തരുന്ന 5 കാര്യങ്ങളാണ്. ഇതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത്രത്തോളം വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളത്. അതറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, തൗഹീദിന്റെ പ്രാധാന്യം, അത് അള്ളാഹുവിനോടുള്ള ഹക്ക്. രണ്ടാമത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയ്യ്, അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള വിശേഷണം പറഞ്ഞു. അതുപോലെ തന്നെ കാര്യങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് ഹദീസിൽ അറിയിക്കുന്നുണ്ട്. കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ള അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിന് നൂറിന്റെ പ്രകാശത്തിന്റെ ഹിജാബ് ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അത് നീങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ സൃഷ്ടികളെല്ലാം കത്തിച്ചാമ്പലാകുമായിരുന്നു എന്നുള്ള അറിയിക്കുന്നുണ്ട്. പരലോകത്തെത്തിയാൽ എന്നാൽ സ്വർഗാവകാശികൾ അള്ളാഹുവിനെ കാണാൻ പറ്റും. അടുത്ത ഹദീസിൽ അള്ളാഹുവിന്റെ യദ്, 2 കരങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നുള്ള അറിയിക്കുന്നുണ്ട്. അത് നിറഞ്ഞതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ വിശാലതയും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഹദീസ് 2 ആടുകളുടെ ഹദീസിൽ അള്ളാഹുവിന്റെ ഇൽമ്, ഏതൊരു സൃഷ്ടിയുടെ വിഷയത്തിലും അള്ളാഹുവിന്റെ ഇൽമ് പരിപൂർണമാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ സൃഷ്ടികൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കും എന്നുള്ളത് പറഞ്ഞു, അത് കന്നുകാലികളാണെങ്കിൽ പോലും. അടുത്തത് അള്ളാഹുവിന്റെ സമഅ് ബസർ, അള്ളാഹുവിന്റെ കേൾവി കാഴ്ച എന്ന 2 വിശേഷണം, സമീഅ് ബസീർ എന്നുള്ള നാമങ്ങൾ, അത് അള്ളാഹുവിനുണ്ട്. അത് കേൾവിയും കാഴ്ചയും തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, ഹഖീഖയായിട്ടുള്ള പ്രയോഗമാണ്. കേൾവിയും കാഴ്ചയും തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് വീണ്ടും ഇൽമുമായി ബന്ധപ്പെട്ട ഗൈബിയായിട്ട് മഫാത്തിഹുൽ ഗൈബ് 5 കാര്യങ്ങളാണ് എന്നുള്ള ഒരു ഹദീസും നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഹദീസുകൾ. അപ്പോൾ ഈ ഓരോ ഹദീസിലും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയത്തെ ഉറ്റാലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ഏറ്റവും ശരിയായ രീതിയിൽ, പരിപൂർണമായ രീതിയിൽ മാറ്റുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്